ഈ മണിമണ്ഡപത്തിൽ നിന്ന് എന്നിട്ട് ഈ ശാസ്താവിലോട്ട് ലയിക്കുകയാണ് ജീവനോട്. അദ്ദേഹം അവിടെ തപസ് ചെയ്യും. നമ്മൾ രണ്ടും കൂടെ എഴുന്നള്ളിക്കാം. പക്ഷെ അയ്യപ്പനെ എഴുന്നള്ളിച്ച് തിരിച്ചിവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിർമ്മാണിയപ്പോൾ തമ്മിൽ എഴുന്നള്ളിച്ചോളൂ. ജീവിതം പണിയിപ്പിച്ചു. ജീവിതം പണിയിപ്പിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ടില്ലയോ? ആ ജീവിതം എന്ത് അവിടെ കാണുമായിരിക്കും, നമുക്കറിയാൻ പാടില്ല. അവിടെ എങ്ങനെയാ വലിയ സുരക്ഷയിലാണോ സൂക്ഷിച്ചിരിക്കുന്നത്? എവിടെ ഇപ്പൊ സുരക്ഷയുണ്ട്, സ്ട്രോങ് മുറിയൊക്കെ ഉണ്ട്. ഇത് അവിടെ ആയിരുന്നെങ്കിലോ? അവിടെ ആയിരുന്നു പോയേനി, അതിന് സംശയമൊന്നും. റാന്നി പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രം തിരുവാഭരണം ചാർത്തി സ്ത്രീജനങ്ങൾക്കടക്കം ഭക്തജനങ്ങൾക്കടക്കം തൊഴാനുള്ള വലിയൊരു അവസരമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആദ്യമായി കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അവിടെ ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവാഭരണം ചാർത്തും, രാത്രി 2 മണി വരെ. രാത്രി 2 മണി വരെ. അത് സ്ത്രീകളുടെ ശബരിമല എന്ന അറിയപ്പെടുന്നു. ആ പേര് പലരും വേറെ അടുത്തോട്ട് കൊണ്ടുപോയി എങ്കിൽ പോലും റാന്നിയിലാണ്. അത് ഭയങ്കര സ്ത്രീകളാണ് അവിടെ കൂടുതലും. അവിടെ ഒരിക്കലും ഇപ്പൊ ഈ അറസ്റ്റിലായ തന്ത്രി രാജീവ് തന്ത്രി പറഞ്ഞു ഈ മണിമണ്ഡപത്തിൽ വരുത്തിയ കാര്യമൊന്നുമില്ല, പണ്ടെന്നോ അയ്യപ്പൻ വന്നൊന്നും ഇരുന്നിട്ട് പോയ സ്ഥലം, അത്രേ ഉള്ളൂ അവിടുത്തെ പ്രാധാന്യം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം അല്ല, തന്ത്രി രാജീവരെ ആണല്ലോ മാളിയപ്പുറത്തമ്മ എഴുന്നള്ളിക്കുന്ന ജീവിതം ഉണ്ടായിക്കോളാൻ പറഞ്ഞത്. അജയ് തറയിലെ കാലഘട്ടം, പ്രിയർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടം. അത് അധികം ആർക്കും അറിയാത്തൊരു സംഭവമാണ്. ഞാനേ അവിടെ ചെന്ന് അപ്പം പ്രയാറ ആഘോഷങ്ങളേ ഉള്ളൂ. ഇവിടെ എടപ്പങ്കാലിനടുത്തന് കുമാരൻ പി കെ കുമാരൻ മെമ്പറായിട്ടിരുന്നു. അത് കഴിഞ്ഞ് എടപ്പങ്കാലിനൊരു രാഘവൻ ബോംബ് രാഘവൻ എന്നയാളെ പറയുന്നത്, ബോംബ് രാഘവൻ എന്നയാളെ അറിയപ്പെടുന്നത്. അതെ അതെ. അയാളെ മാളിയപ്പുറത്തെ മേശാന്തിയുടെ റൂമിനകത്ത് വന്നു എഴുന്നള്ളിക്കുന്നതിൻ്റെ കാര്യം തീർച്ചപ്പെടുത്താൻ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ മേശാന്തിയായിട്ട് മാളിയപ്പുറത്തെ മേശാന്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുന്നള്ളിക്കുന്ന കാര്യം തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ എഴുന്നള്ളിക്കുന്ന അയ്യപ്പനാണ് എഴുന്നള്ളിക്കുന്നത്. അപ്പം അതിൻ്റെ തലേ കൊല്ലമാണ് അവിടെ ആനയടഞ്ഞ് വെച്ച് ആന വേണ്ട എന്ന് കോടതിയിൽ നിന്ന് പേപ്പർ വന്നിട്ടുള്ളത്. അപ്പം ആന വേണ്ടെന്ന് വെച്ചു. അവിടെ പിന്നെ എഴുന്നള്ളിക്കുന്നത് ഈ വിഗ്രഹം തിടമ്പ് തിരുമേനിമാർ എടുത്തുകൊണ്ട് പോയാൽ മതി എന്നോ. അപ്പോൾ ഈ രാഘവനും ഞാനും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്ത്രി പറഞ്ഞല്ലോ മാളിയപ്പുറത്തമ്മ എഴുന്നള്ളിക്കുന്നത്. നമ്മൾ തന്ത്രി അങ്ങനെ പലതും പറയുമായിരുന്നു. ശബരിമല അയ്യപ്പനുണ്ടോ ഇല്ലോ എന്ന് പോലും തന്ത്രിക്ക് അറിയത്തില്ലല്ലോ. ഇത് മണിമണ്ഡപത്തിൽ നിന്നാണ് എഴുന്നള്ളിക്കുന്നത് അതോ മാളിയപ്പുറത്തമ്മയുടെ അവിടെ നിന്നാണ്? ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ മണിമണ്ഡപത്തിൽ നിന്ന്. മണിമണ്ഡപം ആരുടെയാ? അപ്പം അയ്യപ്പനെ എഴുന്നള്ളിക്കുന്നത് മാളിയപ്പുറത്തമ്മയല്ല. അല്ല, പണ്ടുള്ളവര് ആ കോലത്തില് മീശയുള്ള മുഖം കുത്തിവെച്ചില്ലായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞു. എഴുന്നള്ളിക്കാൻ ആളില്ലെങ്കിൽ എൻ്റെ കൂടെ 2 പേര് ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞാൽ നമ്മൾ കൊണ്ടൊന്ന് ചുമ്മാടിക്കെടുത്തു, ഞാൻ തലയിൽ വെച്ചിട്ട് നമ്മൾ വെട്ടി കൊണ്ടുവന്ന് ചുമ്മാട് തലയാണോ അത് കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ തലയിൽ വെച്ചെടുത്തു. അവര് വേറെ എഴുന്നള്ളിക്കാൻ നിൽക്കുമോ? ഞാനേ കിടമ്പേ ഇവിടുന്ന് തലയിൽ വെച്ച് എഴുന്നള്ളിച്ചോളാം, ഞാൻ ചുമ്മാടി വെച്ചിട്ടുണ്ട്. ഇപ്പം 2 തിരുമേനിമാർ കയ്യിൽ ആണ് താങ്ങി പിടിച്ചോണ്ട് വരുന്നത്. എന്നാൽ 2ഉം കൂടെ അങ്ങ് എഴുന്നള്ളിക്കാമെന്ന് പറഞ്ഞു രാഘവൻ. നമ്മൾ 2ഉം കൂടെ എഴുന്നള്ളിക്കാം. പക്ഷെ അയ്യപ്പനെ എഴുന്നള്ളിച്ച് തിരിച്ചിവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾ മാളിയപ്പോൾ തമ്മിൽ എഴുന്നള്ളിച്ചോളൂ, അല്ല ഒന്നിട്ടേ ഉണ്ടാക്കണ്ട. ഈ രാഘവന്
പ്രസിഡന്റിനെ വിളിക്കും, പ്രയാറിനെ വിളിച്ചു. പ്രയാറിനെ വിളിക്കും. പ്രയാർ അവിടെ ഉണ്ടല്ലോ. ഇങ്ങനെ ഗുരുസ്വാമി പറയുന്നു, ഗുരുസ്വാമി എങ്ങനെ പറഞ്ഞു വെച്ചാൽ അതുപോലെ അങ്ങ് നടക്കട്ടെ. പ്രയാർ ഇവര് ആരെ കൊണ്ട് ജീവിതം പണിയിപ്പിച്ചു വെച്ചു. ജീവിതം പണിയിപ്പിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ടില്ലയോ. ആ ജീവിതം എന്ത് അവിടെ കാണുമായിരിക്കും, നമുക്കറിയാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു ആചാരങ്ങൾ എന്താന്ന് പോലും അറിയാത്ത കുറെ പേര് അവിടെ നടക്കുന്നു. ഇത് ചെങ്ങന്നൂരം കണ്ടാ പണിയുന്നത്, ചെങ്ങന്നൂരം കണ്ടു വെച്ചാൽ ഇത് പണിതതും. ചെങ്ങന്നൂരുള്ള ശില്പി എനിക്കറിയാം, നമ്പർ എന്തെങ്കിലും ഉണ്ട്. ഇത് സമർപ്പണ സമയത്ത് അജയ് തറയിലും ഒക്കെ ഉണ്ട്, പ്രയാർ അവിടെ ഇല്ല. ഈ കണ്ഠരര് രാജീവരും അജയ് തറയിലും ഒക്കെ ഇത് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഇനി അവര് വേറെ എന്തെങ്കിലും എഴുതുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ടാവും, എനിക്കറിയുന്നുകൂടെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അതങ്ങനെ കൊട്ടാരം നിലപാടൊന്നും പറഞ്ഞില്ലേ തമ്പുരാക്കന്മാർ? കൊട്ടാരത്തിന്റെ നിലപാടൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനിങ്ങനെ തറപ്പിച്ച് പറയുകയും ചെയ്തു. ഇപ്പോഴും എഴുന്നള്ളിക്കുന്നത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന തടമ്പാണ്. നമ്മൾ ഇവിടുന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ച് സന്നിധാനത്തെത്തി, പടി ചവിട്ടി സന്നിധാനത്തെത്തിയിട്ട് ഏതൊക്കെ പെട്ടികൾ എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകണേ? തിരുവാഭരണ പേടകം മാത്രം 18 പടി കയറും, ശ്രീകോവിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ഒറ്റപ്പേടകം, ഒറ്റപ്പെട്ട ആ തിരുവാഭരണ പെട്ടി മാത്രം, തിരുമുഖത്തോട് കൂടിയ. അതെ അതെ. ബാക്കി 2 പെട്ടിയും മാളിയപ്പുറത്തോട്ടാണ്, അപ്പുറത്തെ വഴിയിലൂടെ കയറും. 18 പടിയുടെ താഴെ കൂടെ ചെന്ന് മാളിയപ്പുറത്തേക്കാണ്. അത് സൂക്ഷിക്കുന്നത് എവിടെയാ? ഈ മണിമണ്ഡപത്തിലാണോ? അല്ലല്ല, അതിനിപ്പുറത്ത് വടക്ക് തെക്ക് വശം, മണിമണ്ഡപത്തിൻ്റെ തെക്ക് വശത്ത് ഒരു ഘട്ടം പറഞ്ഞിട്ടുണ്ട്, ദേവസ്വം കൗണ്ടറും ഒക്കെ ഉള്ളത്. അതിലൊരു മുറി അതിന് വേണ്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെച്ചിരിക്കുക. അതില് നമ്മള് 2 പെട്ടിയും അവിടെ കൊണ്ടുവെക്കും. അവിടെ കൊണ്ടുവെക്കും. അതിന്റെ പിന്നീടുള്ള അവകാശം കുറുപ്പന്മാർക്കാ. അല്ല, കുറുപ്പിനും അങ്ങനെ അവകാശങ്ങളും എടുത്ത് ഉപയോഗിക്കുന്ന അവകാശം അവർക്ക് ഉണ്ട്. അത് പെട്ടിക്കകത്തുനിന്ന് എടുത്തുകൊണ്ട് പോവുക, തിരിച്ചത് പെട്ടി കൊണ്ട് നിൽക്കുക. അത് എല്ലാം കഴിയുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അവിടെ കഴിയാനൊക്കത്തില്ല. ഞങ്ങൾ ആരെങ്കിലും 5-6 പേര് ആ മുറിക്കകത്തി കാണും, ബാക്കിയുള്ളവർക്ക് വേറെ മുറി. അത് തിരിച്ച് പന്തളം കൊട്ടാരത്തിൽ എത്തിക്കുന്നത് വരെയാണ് നമ്മുടെ ചുമതല. നമ്മുടെ ഇപ്പൊ ദക്ഷിണയ്ക്ക് വേണ്ടി അല്ല ഇത് ചെയ്യുന്നത് എങ്കിൽ പോലും ഇപ്പൊ മാന്യമായ ഒരു ദക്ഷിണ എല്ലാവർക്കും ലഭിക്കുന്നു. ഈ 71 വർഷക്കാലം നമ്മള് പിന്തിരിഞ്ഞ്, അത്രയും വർഷം ഈ തിരുവാഭരണ പേടകം എടുത്തിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം. അത് കഴിഞ്ഞ തവണയും ഞാനിവിടെ വരുമ്പോൾ അങ്ങ് വാക്കറിന്റെ സഹായത്തോടെയാണ് എഴുന്നേറ്റ് നടന്നു വന്നത്. കഴിഞ്ഞ വർഷം ഇത് എടുത്തു എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ഞാൻ ഇപ്പോൾ ഒരു 4 വർഷം കൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നില്ല. 4-5 വർഷം കൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ തിരുവാഭരണം ഇരിക്കുന്ന സാമ്പിക കൊട്ടാരത്തിൽ നിന്ന് ഇതെടുത്ത വലിയ കോയിക്ക് ക്ഷേത്രത്തിൽ കൊടുക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ വർഷം. അവിടെ എങ്ങനെയാ ഇത് വലിയ സുരക്ഷയിലാണോ സൂക്ഷിച്ചിരിക്കുന്നത്? എവിടെ ഇപ്പൊ സുരക്ഷയുണ്ട്, സ്ട്രോങ് മുറിയൊക്കെ ഉണ്ട്. ഇത് അവിടെ ആയിരുന്നെങ്കിലോ? അവിടെ ആയിരുന്നു പോയേനി, അതിന് സംശയമൊന്നുമില്ല. കൊട്ടാരത്തിലായതുകൊണ്ട് സുരക്ഷിതമായിരിക്കുന്നു. കൊട്ടാരത്തിലായതുകൊണ്ട് അതിന് പന്തളം കൊട്ടാരത്തിൻ്റെ വകയല്ലേ, അതിന് വേണേൽ വിശാലമൊക്കെ എടുത്തോട്ടെന്ന് വെച്ചു. അതിന് വേണേൽ വിശാലമൊക്കെ മാറ്റിപ്പുറത്ത് എടുത്തോട്ടെ. ഓക്കെ. ഇപ്പോൾ അടുത്ത തലമുറ മകൻ അക്കൂട്ടത്തിലുണ്ട്, കുറേ വർഷങ്ങൾ കൊണ്ടുണ്ട്. അദ്ദേഹവും നാളെ ഒരിക്കൽ ഒരുപക്ഷെ ഗുരുസ്വാമി സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. കൊട്ടാരമായിട്ട് നല്ല അടുപ്പമാണോ? അതെ. ഈ പണ്ടത്തെ കാലത്ത് 71 വർഷം മുമ്പ് നമ്മൾ പോകുമ്പോൾ തമ്പുരാൻ എഴുന്നള്ളുന്നത് പല്ലക്കിലായിരുന്നു. പല്ലക്കിൽ അങ്ങ് വരെ ഇല്ല. ഇവിടുന്ന് അദ്ദേഹത്തിനെ പല്ലക്കിലെടുത്താൽ ഇപ്പോഴും പല്ലക്കിലെടുക്കുമോ? അതെ, പല്ലക്കിൽ ഇപ്പം പല്ലക്കിലെടുക്കുന്നു എന്നൊരു തമ്പുരാനോട് കടന്നോളാൻ പറയും. അന്ന് ക്ഷേത്ര മുറ്റത്തുനിന്ന് അദ്ദേഹത്തിനെ പല്ലക്കിലെടുത്താൽ ആറുമലയ്ക്ക് കിഴക്ക് പൊന്നുംതോട്ടം ദേവീക്ഷേത്രം ഉണ്ട്. ആറുമലയ്ക്ക് കിഴക്കിയ പൊന്നുംതോട്ടം എന്നും പറഞ്ഞ ദേവീക്ഷേത്രമുണ്ട്. അവിടെ വരെ തമ്പുരാനെ പല്ലക്കയിലേ കൊണ്ടുപോകുമായിരുന്നു. 4 പേര് ചുമക്കും. 4 പേര്, അതിന് വേറെ 4 പേരെ കൂടെ സംഘടിപ്പിക്കും. പല്ലക്ക് കൊണ്ടുപോകാൻ 4 പേര് വേണം, വേറെ 4 പേരെ കൂടെ സംഘടിപ്പിക്കും. അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ഈ 4 പേരെ ഇനി പറഞ്ഞു വിടും.
പിന്നെ 4 പേരെ കാണത്തുള്ളൂ. അങ്ങനെ പൊന്നും തോട്ടം വരെ തമ്പുരാനെ പല്ലക്കയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ അങ്ങോട്ടോ നടക്കുക. പല്ലക്ക് തിരിച്ചു വരും. പല്ലക്ക് തിരിച്ചു വരത്തില്ല. പല്ലക്ക് അങ്ങ് പോകും. ശബരിമല വീശും പല്ലക്ക് കൊണ്ടുപോകും. പല്ലക്ക് ഇറങ്ങി നടക്കും. പല്ലക്ക് പുറകെ പോകും. അതെ, പല്ലക്ക് അവിടെ കൊണ്ടുപോകും. ഇപ്പൊ പല്ലക്കില്ല. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പല്ലക്ക് ശബരിമല വരെ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? കാണാറില്ലല്ലോ ഘോഷയാത്രയില്. കാണാമില്ല. തോളയിലിരിക്കും. 2 പേര് തോളയിലിരിക്കും. 4 പേര് എല്ലാം എടുക്കാൻ ഉണ്ട്. ആചാരങ്ങളിലൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷെ തമ്പുരാൻ നടക്കുവാന്നുള്ളത് ഇപ്പൊ തമ്പുരാൻ പല്ലക്ക് കയറണമെന്ന് പറഞ്ഞ വാക്കുള്ളൊരു സമ്മതിക്കത്തില്ല. അത് തന്നെയല്ല, വഴിയിലൊക്കെ ചില്ലറ കിട്ടത്തില്ലേ. ഭസ്മം കൊടുത്തേ, അപ്പൊ അത് കളയാനൊക്കത്തില്ല. ഗുരുസ്വാമിക്കാണോ തമ്പുരാനാണോ കൂടുതൽ കിട്ടുക? ഗുരുസ്വാമിക്കൊന്നും കിട്ടാറില്ല. തമ്പുരാനുള്ളത് തമ്പുരാൻ. ഒരുപാട് പേര് ഇപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴേക്ക് ഒരുപാട് പേര് ഇത് പേടകവും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അഥവാ ഗുരുസ്വാമിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് ഗുരുസ്വാമിയുടെ മടിയിൽ വയ്ക്കാറില്ല. എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കും. അത് ആരെയും ഒരാളിനെ ഏൽപ്പിച്ചേക്കും. ഞാനതൊരു തമാശ അല്ലല്ല, ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. നമുക്കത് ഇങ്ങോട്ട് കിട്ടുക അടുത്ത ഒരാളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കും. അയാളുടെ കയ്യിൽ ഒരു സഞ്ചി കാണും, അയാളത് സൂക്ഷിച്ചോളൂ. തിരിച്ചിവിടെ വരുന്നതെന്ന് കുറഞ്ഞിട്ട് ഞുള്ളി പറയും, എല്ലാവരും കൂടെ വീതിച്ചെടുത്തോളൂ. ഇത് ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടുന്നതല്ല. എത്ര നാളത്തെ വ്രതം നോറ്റിട്ടാണ് തിരുവാഭരണം? നമ്മൾ വൃക്ഷമാസം 1-ാം തീയതി മുതൽ കഠിന വ്രതമാണ്. ബ്രഹ്മചര്യ വ്രതമാണ്. ബ്രഹ്മചര്യ വ്രതം അയ്യപ്പനായി വൃക്ഷം 1 മുതൽ എല്ലാ ആളുകളും ആഹാരമൊക്കെ വെച്ച് കഴിക്കുമോ? അതോ അല്ല, വീട്ടിലും അതിനനുസരിച്ചുള്ള ആഹാരം എല്ലാവരും വ്രതത്തിലേക്ക് പോകും? മത്സ്യമാംസങ്ങളോ മുട്ടയൊന്നും വീട്ടിൽ ഉപയോഗിക്കത്തില്ല. ബാക്കിയുള്ള തിരുവാഭരണ ഘോഷയാത്രയുടെ തിരിച്ചുള്ള ഘോഷയാത്രയിലെ ഏറ്റവും മനോഹരമായ ചടങ്ങാണ് റാന്നി പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ. അവിടെ ഇത് ചാർത്തി, തിരുവാഭരണം ചാർത്തി സ്ത്രീജനങ്ങൾക്കടക്കം ഭക്തജനങ്ങൾക്കടക്കം തൊഴാനുള്ള വലിയൊരു അവസരമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആദ്യമായി കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അവിടെ ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവാഭരണം ചാർത്തും. രാത്രി 2 മണി വരെ. അത് സ്ത്രീകളുടെ ശബരിമല എന്നാ അറിയപ്പെടുന്നത്. ആ പേര് പലരും വേറെ അടുത്തോട്ട് കൊണ്ടുപോയി എങ്കിൽ പോലും റാന്നിയിലാണ്. അത് ഭയങ്കര സ്ത്രീകളാണ് അവിടെ കൂടുതലും. ഈ പല പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ എഴുതി വെച്ച പുസ്തക പ്രകാരം 105 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ താഴമൺ കുടുംബമൊക്കെ തന്ത്രി സ്ഥാനത്തേക്ക് ശബരിമലയിലേക്കൊക്കെ വരുന്നതെന്ന് പറയും. അല്ല, ഞാൻ പറയാം. എങ്കിൽ പോലും അതിൽ നിന്നൊരു 2-2.5 പതിറ്റാണ്ടിന് ശേഷം അങ്ങ് തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള സംഘത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ശബരിമല സ്ത്രീ പ്രവേശം ഭയങ്കര വിവാദമായ സംഭവം. സുപ്രീം കോടതി വിധിച്ചു. ഇപ്പോഴും പല സ്ത്രീകളും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയും, ചേട്ടാ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ കയറിക്കൂടാത്ത? ഞങ്ങൾ ഈ വ്രതം നോട്ടിട്ട് പോകാൻ തയ്യാറാണ്, എന്നിട്ടും എന്താണ് ഞങ്ങളെ അങ്ങോട്ടൊക്കെ അടുപ്പിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും ശബരിമല സ്ത്രീകൾ വേണ്ട? ഒരു പക്ഷേ ഈ പല കഥകൾ നമ്മൾ കേൾക്കുന്നതിൽ പണ്ട് ശബരിമല ഒരു വ്യാപാര കേന്ദ്രമായിരുന്നുവെന്നും അവിടെ ആദിവാസികൾ പൂജിച്ചിരുന്ന കുലദൈവമായിരുന്നു ചാത്തൻ, കാളി സങ്കല്പമായിരുന്നു, പിന്നീട് അയ്യപ്പൻ അവിടേക്ക് എത്തി, ഇങ്ങനെ പല കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് സ്ത്രീകളടക്കമുള്ളവർ അവിടെ പോയി നിലപാട് തറയിൽ അവരുടെ ദക്ഷിണ, അത് കാർഷിക വസ്തുക്കളായിട്ടോ കാട്ടുവസ്തുക്കളൊക്കെ വെച്ച് നമസ്കരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ സ്ത്രീകൾക്ക്, അതായത് ഋതുമതികളായ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത്? നമ്മളെ ഈ പറഞ്ഞതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. സ്ത്രീകൾ ഒന്നാമത്തെ കാര്യം അയ്യപ്പനോടെ ധ്യാനത്തിലിരിക്കുകയാണ്. അയ്യപ്പൻ ശബരിമല ധ്യാനത്തിലിരിക്കുക. ആദ്യം ചെന്ന ഭാഗമാണ് മണിമണ്ഡപം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ശാസ്താക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അയ്യപ്പൻ ഈ മണിമണ്ഡപത്തിൽ നിന്ന് എന്നിട്ട് ഈ ശാസ്താവിലോട്ട് ലയിക്കുകയാണ് ജീവനോടെ. അദ്ദേഹം അവിടെ തപസ് ചെയ്യുകയാണ് ശബരിമല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സങ്കല്പം. അവിടെ ഈ പറഞ്ഞതുപോലെ യുവതികളായിട്ടുള്ള സ്ത്രീകൾ ഈ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്.
10 വയസ്സിൽ താഴെയുള്ളതും 60 വയസ്സിൽ മേളുള്ളതും സ്ത്രീകൾക്ക് ശബരിമലയ്ക്ക് പോകാം എന്ന് പറയുന്നുമുണ്ട്. അപ്പൊ അയ്യപ്പൻ അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ആയിരിക്കാം നമ്മൾ ഈ പറഞ്ഞ കഥയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഉണ്ടായിരിക്കും, നമുക്കറിയാൻ പാടില്ല. നമ്മളതിനകത്തോട്ട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങ് അതിനെതിരാണ്, സ്ത്രീകൾ പ്രവേശിക്കുന്നതിനോടെതിരാണ്. എതിരാണ് 100%. അന്നൊക്കെ മനസ്സ് നൊന്തായിരുന്നു ഈ സ്ത്രീകളെയൊക്കെ സർക്കാർ അവിടെ കൊണ്ട് കയറ്റിയപ്പോൾ? ഞാൻ ഇവിടെ സമരമൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പന്തളത്താണ് ആദ്യമേ ഇതിൻ്റെ സമരം തുടങ്ങുന്നത്. മെഡിക്കൽ മിഷൻ്റെ അവിടെ നിന്ന് ഈ വലിയ കോഴിക്ക ക്ഷേത്രം വരെ ജാതിയൊക്കെ ആയിട്ട് എൻ്റെ മുൻപന്തി ഞാനും ഉണ്ടായിരുന്നു. ഇനിയും ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ? ഈ പ്രായത്തിലും ശബരിമലയ്ക്ക് വേണ്ടി സംസാരിക്കാനുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാൻ ഇല്ല. അയ്യപ്പൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അയ്യപ്പൻ തന്ന അനുഗ്രഹമേ ഉള്ളൂ നമുക്ക്. ഇപ്പോൾ ഈ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കണ്ണിന് ഇപ്പോൾ കാഴ്ചക്ക് പ്രായാധിക്യം. അത് എത്ര വയസ്സായി? ഇപ്പം 91 കയറിയിരിക്കുകയാണ്. ഈ മകരമാസത്തിലെ കാർത്തികയാണ്. 18-ാം വയസ്സിൽ തുടങ്ങി 71 വർഷം കഴിഞ്ഞ് ഇപ്പൊ 72ാമത്തെ വർഷമാണ്. മകരത്തിലെ കാർത്തികന്ന് 91 വയസ്സിലോട്ട് കാലൂറ്റിയിരിക്കുക. 91 വയസ്സെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന പയ്യൻ ക്യാമറാമാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, ഞെട്ടിത്തരിച്ചു. ഞാനും പ്രതീക്ഷയില്ല കേട്ടോ. ഞാനൊരു 80, 78, 80 അത്രേ ഉള്ളൂ. കഴിഞ്ഞ ആണ്ടിലായിരുന്നു നവലി ആഘോഷിച്ചത്. ഒരുപാട് പേര് പലയിടങ്ങളിലും ചെല്ലുമ്പോൾ ശബരിമലയിലെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഗുരുസ്വാമി എന്ന നിലയിൽ വളരെ ഭക്തിയാദരവോടുകൂടി നമസ്കരിക്കുക, അങ്ങയുടെ പാദ നമസ്കാരം ചെയ്യുന്നതും അങ്ങേക്ക് ഉപഹാരങ്ങൾ തരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തോന്നുമ്പോൾ നമ്മുടെ നെഞ്ചി തകരുക. അപ്പം നമ്മൾ അറിയണം, ഭഗവാനെ ഞാൻ ഇത്രയും പുണ്യം ചെയ്തിട്ടുള്ളവരാണെന്ന് എന്ന് നമുക്ക് എന്നെ തോന്നിപ്പോകും. ആരുടെയും കുറ്റമില്ല, നമ്മുടെ ഒരു വിശ്വാസം അതാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ഒരു ക്വാളിറ്റി എന്താ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണമെന്ന് ഇപ്പോൾ പുതിയതായി ഈ മേഖലയിലേക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് പറയുന്ന ഒന്നെന്താ? എന്താണ് ഇന്നതുപോലെ? ഇപ്പോൾ പോകുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗുരുസ്വാമി എന്ന് പറയുന്ന ഒരാൾ, ഞാനാണ് ഗുരുസ്വാമി, എൻ്റെ നേതൃത്വത്തിലെ ആകാവൂ അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടാകരുത്. ഒരു ഗുരുസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ഇതിൻ്റെ കൂടെ വരുന്നവരെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനൊക്കെ കൊണ്ടുള്ള കടപ്പാട് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അതാണ് ഗുരുസ്വാമിയുടെ. അല്ലാതെ ഞാനാണ് ഗുരുസ്വാമി, ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്ന് ഉള്ള തോന്നലുണ്ടാകാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് വന്നേക്കുന്നത് കെ ജയകുമാർ സാർ. IAS ഓഫീസറാണ്, പരമഭക്തനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ 2016 ദേവപ്രശ്നം നടത്തി. അതിനൊരു പരിഹാരങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പോഴും അതെല്ലാം പല വഴിക്കാണ്. ഒരു നവഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ക്ഷേത്രം നിർമ്മിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ഒരു ജ്യോതിഷിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംശയം അവിടെ ഏതോ ഒരു സമാധിയുടെ മണിമണ്ഡപത്തിൻ്റെ സമയത്ത് സമാധിക്ക് മുകളിലാകാം ഇത് പണിതിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ അനർത്ഥങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. നിലപാട് തറയടക്കം കുഴിച്ച് പില്ലറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അല്ലെങ്കിൽ ദേവസ്വത്തോട് എന്തെങ്കിലുമൊക്കെ അങ്ങേക്ക് പറയാനുണ്ടാവും? എനിക്ക് പുതിയ പ്രസിഡന്റിനോട്, അദ്ദേഹം എന്തായാലും ഒരു ഈശ്വരഭക്തനാണ്, പഴയ ഒരു IAS-കാരനാണ്, പരമഭക്തൻ. അദ്ദേഹം കേരള സർക്കാരിൻ്റെ തലപ്പത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, വളരെ ഈശ്വരഭക്തനാണ്. അദ്ദേഹത്തിനോട് ഞാനെന്ത് പറയണം എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, പഴയ ഭസ്മക്കുളത്തിൻ്റെ, ഇപ്പോഴത്തെ ഭസ്മക്കുളത്തിൻ്റെ അല്ല, പഴയ ഭസ്മക്കുളം, സ്ലാബിട്ട് മൂടിയ ഭസ്മക്കുളം. അതിൻ്റെ ഈ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്ത് ഒരു ചെറിയ ഷെഡും വെച്ച് അവിടെ ഒരു സ്വാമി താമസമുണ്ടാണ്. ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര വർഷം മുമ്പ്? അത് നമുക്ക് പറയാൻ
കണ്ടിട്ടുണ്ട്. ഈ പശുക്കുളത്തിൽ നിന്ന് ഒഴുകി വരുന്ന അഴുക്ക് വെള്ളത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഇതും വെച്ച് അവിടെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അയ്യപ്പന്മാർ അദ്ദേഹത്തിന് എന്തായാലും കൊണ്ടു കൊടുത്താൽ ഉപ്പ് മാത്രം വാങ്ങിച്ചു വയ്ക്കും. ആന വരുന്നതിന് കൊടുക്കാൻ. ആ, അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അവിടെ കിടന്ന് കഴിക്കുകയാണ്. മലയാളിയല്ല, ഒരു എങ്ങാണ്ടൊന്ന് വന്ന് കയറി ഒരു സ്വാമിയാണ്. ഉപ്പ് ആനയ്ക്ക് കൊടുക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്ക് ആനയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചോദിക്കില്ല. ആ പശ്മക്കുളം നികത്തിയും വെച്ചാണ് അവിടുന്ന് മാളിയപ്പുറത്തോട്ട് ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ലാബ് ഇട്ടതല്ലേ ഉള്ളൂ, മൂടിയതല്ലേ? അതിനെ പറ്റിയിട്ട് ഫില്ലർ നികത്തിയിട്ടില്ല, സ്ലാബ് ഇട്ട് മൂടിയിരിക്കും. അല്ലല്ല, നികത്തിയിരിക്കുക. സ്ലാബ് അത്രയും അങ്ങനെ സ്ലാബ് ഉണ്ടാക്കുന്നത് സ്ലാബൊന്നും അല്ലത്. അതിന് പിന്നെ പടിഞ്ഞാറപ്പുറത്ത് പശ്മക്കുളം ഉണ്ടാക്കിയത്. ഇപ്പം അതും മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ് അല്ലേ? ഇപ്പം അതും മാറ്റണം. കിഴക്കപ്പുറത്ത് കൊപ്ര കളത്തിൻ്റെ അവിടെ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് കിടക്കുക. എങ്ങനെയാലും കിട്ടുന്ന കാശ് മണ്ണിനകത്ത് കുഴിച്ചിടുക. എന്തെങ്കിലും എല്ലാ ജോലിക്കാർക്കൊക്കെ കാശ് ഓടിക്കാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ ചിലവെഴുതി കാശുണ്ടാക്കുന്നത്. എന്തായാലും ശബരിമലയിൽ നിന്ന് സാക്ഷാൽ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയുടെ ഒരു തരിയെങ്കിലും എടുത്തു പോയിട്ടുള്ളവർ അനുഭവിച്ച് തീർക്കും, യാതൊരു സംശയമില്ല. ഗണേഷ് കുമാർ പണ്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, വലക്ഷമുള്ള പറഞ്ഞിട്ടുണ്ട്, വാഴയിലിൽ കിടന്നേ മരിക്കാൻ പറ്റൂ. മരിച്ചിട്ടല്ല, വാഴയിലിൽ കിടന്ന്, അതായത് കിടന്ന് തൊലിമുട്ടി ചാവും, അനുഭവിച്ച് ചാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നീ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കരുത് എന്ന്. ഇല്ലേ, എന്താ അവിടെ കാണിക്കുന്നതെന്ന് അവർക്ക് ആർക്കും പറഞ്ഞു. ഈ രാജ്യവരുമൊക്കെ ഇനി അതുപോലെ തന്ത്രിയായിട്ട് കയറാനൊക്കെ ഉണ്ടാകും. വേറെ കല്ലുറങ്ങി എറിയുമെന്നായിരിക്കും. മക്കളുണ്ടല്ലോ, ഇനി അയാൾ കയറണ്ട, മക്കളുണ്ട്. മകനുണ്ട്. ഒരു മേൽശാന്തി ആവണമെങ്കിൽ എന്തൊക്കെ ഇന്റർവ്യൂവിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം? തന്ത്രിക്ക് അത് വേണ്ടല്ലോ, കുടുംബത്തിൽ ജനിച്ചാൽ മതി. അത് മതി. എന്തായാലും അയ്യപ്പൻ എല്ലാവരെയും കാക്കട്ടെ, ഭഗവാൻ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി അയ്യപ്പ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം. സ്വാമി ശരണം.